ബോളിവുഡ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ചികിത്സയായിരുന്നു. മരണം സ്ഥിരീകരിച്ച സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറാണ് ട്വീറ്റ് ചെയ്തത്. ബോളിവുഡിൻ്റെ ഹീമാൻ എന്നറിയപ്പെടുന്ന ഈ ധർമ്മേന്ദ്ര അദ്ദേഹം പതിറ്റാണ്ടുകളായി ബോളിവുഡിൻ്റെ തലപ്പത്ത് നിലയുറപ്പിച്ചിരുന്ന ഒരു അഭിനേതാവായിരുന്നു. നവംബർ 11 ധർമ്മേന്ദ്ര മരിച്ചതായി നേരത്തെ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് കുടുംബം ഈ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇത്തരത്തിലൊരു സമൂഹ മാധ്യമ പോസ്റ്റ് അടക്കമുണ്ടായിരുന്നു. പിന്നീട് ആ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ച് ചികിത്സയിലായിരുന്നു. ഇത്രയും ദിവസം 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 12-നായിരുന്നു ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം വീട്ടിൽ വെച്ച് ചികിത്സ കൂടിയായിരുന്നു. എന്തായാലും 6 പതിറ്റാണ്ടുകളോളം ബോളിവുഡ് സിനിമയെ അത്രത്തോളം ബോളിവുഡ് സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു നിത്യഹരിത നായകൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ രാജ്കുമാർ ആ ഒരു കാലഘട്ടത്തിലേക്ക് എല്ലാം തികഞ്ഞ ഒരു നായക നടൻ, അല്ലെങ്കിൽ ഇന്ന് എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റാണ് എന്നുള്ളത് പറയുമ്പോൾ പോലും ആ ഒരു കാലഘട്ടത്തിൽ പൗരുഷം നിറഞ്ഞ നടൻ എന്ന് ആരാധകർ ഈ കാണികൾ അത്രത്തോളം വാനോളം പുകഴ്ത്തിയ ഒരു നായക നടൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഷോലെ പോലെയുള്ള മികച്ച ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ അതിലെ ഒരു മികച്ച കഥാപാത്രത്തെ, അതിലെ സൗഹൃദത്തെ ഓർക്കുന്ന ഇന്ത്യൻ സിനിമ ആരാധകർക്ക് ധർമ്മേന്ദ്ര എന്നും നിറകണ്ണുകളോടെ തന്നെ ഓർമ്മയിലുണ്ടാകുമെന്നുള്ളതും കൂടിയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഈ ധർമ്മേന്ദ്രയുടെ മരണമെന്ന് പറയുന്നത്. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 90 വയസ്സ് തികയാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉള്ള ഒരു വിയോഗം കൂടിയായിരുന്നു ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് എന്നുള്ളതും കൂടിയാണ്.